പാലാ BRCയുടെ നേതൃത്വത്തിൽ പ്രസം ഓട്ടിസം സെന്ററിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു. പാലയിൽ നടന്ന ആഘോഷത്തിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും BRC അംഗങ്ങളുടെയും വിവിധ മത്സരങ്ങളും ഓണപ്പാട്ടുകളും ഓണക്കളികളും നടന്നു. കുട്ടനാട് വേമ്പനാട്ട് കായലിൽ പോള നിറഞ്ഞ് ജലഗതാഗതം സ്തംഭിച്ച നിലയിൽ. കായലിലേക്ക് ഒഴുകുന്ന കുമരകത്തെ തോടുകളിലാണ് പോള നിറഞ്ഞ് ജലഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചത്. ജലഗതാഗതം സ്തംഭിച്ചതോടെ കായലിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരും പ്രതിസന്ധിയിൽ. ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ചെന്നൈയിലാണ് സംഭവം. സ്വകാര്യ സ്കൂൾ അധ്യാപിക ശ്വേതയാണ് മരിച്ചത്. ഒരാഴ്ച മുൻപ് സഹോദരനൊപ്പം പുറത്തു പോയപ്പോഴാണ് ശ്വേത ഷവർമ കഴിച്ചത്. പൊന്മുടിയിലേക്കുള്ള പ്രവേശന ഫീസ് രഹസ്യമാക്കി വർദ്ധിപ്പിക്കാൻ നീക്കമെന്ന ആരോപണം. കല്ലാർ ചെക്ക് പോസ്റ്റിൽ പ്രതിഷേധവുമായി DYFI. വനം വകുപ്പ് ജീവനക്കാരെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞുവച്ചു. സമരം അവസാനിപ്പിച്ചത് ഫീസ് വർധന മരവിപ്പിച്ച് വനം വകുപ്പ് ഉത്തരവിറക്കിയതോടെ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കാർ തടഞ്ഞു നിർത്തി കവർച്ച ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത് വിജു, ഷക്കീർ, ഷിറാസ് എന്നിവർ. കാട്ടുങ്ങച്ചിറ സ്വദേശി ഷാജുവും മകനും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം നടന്നത് കഴിഞ്ഞ മാസം 30-ന്. ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച നടക്കുക ഡെൽവെയറിലെ വിൽമിംഗ്ടണിൽ. മാലിന്യം വലിച്ചെറിഞ്ഞാൽ അറിയിക്കാൻ വാട്സ്ആപ്പ് നമ്പർ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് ജനങ്ങൾക്ക് തെളിവു സഹിതം വിവരം നൽകാം. വാട്സ്ആപ്പ് നമ്പറിന്റെ ലോഞ്ചിംഗ് മന്ത്രി MD രാജേഷ് നിർവഹിച്ചു. പദ്ധതി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി.